ജോസഫ് സി മാത്യു, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് SFI അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കാലിത്തീറ്റ കുംഭകോണ കേസുമായി ആണ് താരതമ്യം ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടൽ ഇതിലുണ്ടായെന്ന് പറയുന്നു. എന്തിന് പണം നൽകി എക്സാലോജിക്കിന്? അത് കണ്ടെത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ എന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ടിൽ SFIO. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ വിവരമേ എനിക്ക് ഈ വിഷയത്തിലുള്ളൂ. നേരത്തെ നമ്മുടെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് കണ്ടത്, ആ ഉത്തരവിലും രാഷ്ട്രീയ നേതാവിനുള്ള കൊടുക്കാനുള്ള പണമാണ് എക്സാലോജിക്കിന് കൊടുത്തത് എന്നുള്ളത്, മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള പണമാണെന്ന് വളരെ വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഇൻകം ടാക്സ് അധികൃതരുടെ ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ അനുമാനം ആണെങ്കിൽ, അവരുടെ കണ്ടെത്തലാണെങ്കിൽ, ഇത് SFIO ഇപ്പോ സീരിയസ് ഫ്രോഡ് എന്നുള്ള രീതിയിൽ കമ്പനിയുടെ ട്രാൻസാക്ഷനുകൾ അന്വേഷിച്ച് കൊടുക്കുന്ന റിപ്പോർട്ടിൽ അങ്ങനെ ഒരു പരാമർശം വന്നെങ്കിൽ കൂടുതൽ ഗൗരവതരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞങ്ങളെ കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റാത്ത തരത്തിലുള്ള കണ്ടെത്തലാണ്. ഇപ്പൊ CMRLന്റെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം നമുക്ക് എക്സാലോജിക്കുമായിട്ട് മാത്രം ബന്ധപ്പെടുത്താൻ പറ്റുന്നതല്ല. നമുക്ക് തന്നെ അറിയാവുന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർക്ക് ഇവര് പണം കൊടുത്തുകൊണ്ടിരുന്നതായി കണക്കിലുണ്ട്. അതിൽ കൂടി പറയുന്നുണ്ട് SFI, അതായത് നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെ പേരും അവരുടെ ചുരുക്കപ്പേരും മാത്രമാണ് ആ പട്ടികയിൽ കണ്ടത്. ഇപ്പോൾ SFIO കണ്ടെത്തിയിരിക്കുന്നു ഭീകര സ്വഭാവമുള്ള സംഘടനകൾക്കും ഈ രീതിയിൽ CMRL പണം നൽകിയിട്ടുണ്ട് എന്ന്. ആ സംഘടനകളുടെ പേര് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ് 135 കോടി എന്ന് പറയുന്നത് അവര് കൈകാര്യം ചെയ്ത ഫൈനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷൻസ് മാത്രമാണ്, ആ കാലഘട്ടത്തിലെ ട്രാൻസാക്ഷൻസ് മാത്രമാണ്. അതിലൊക്കെ അപ്പുറത്തുള്ള ട്രാൻസാക്ഷൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്ഥിരമായി മാസപ്പടി എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പൊ നമ്മൾ 1.72 എക്സാലോജിക്കിനെന്ന് പറയുന്നു, അതല്ല, അതിനുശേഷവും കിട്ടിക്കൊണ്ടിരുന്ന പണമുണ്ട്. അപ്പൊ ആ പീരീഡിലെ തുകയെ കുറിച്ചാണ് നമ്മൾ 1.72 ക്രോസ് എന്ന് പറയുന്നത്. ഈ ഭീകര സംഘടനകൾക്ക് കൊടുക്കുന്ന പണവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ CMRLന്റെ മാത്രമല്ല, നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് വേണ്ട രീതിയിൽ നിങ്ങൾ പരിശോധിക്കാത്തതുകൊണ്ടാണെന്നാണ് എന്റെ വിചാരം. അദ്ദേഹം പറഞ്ഞിരുന്നത് ED അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ചില സംഘടനകൾക്ക്, ഇവര് ഇടപെടുന്ന ചില സംഘടനകൾക്ക് ഭീകരവാദ സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് കയ്യിൽ വെച്ചാൽ മതി, അതിങ്ങോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അന്വേഷണ ഏജൻസികൾ അങ്ങനെ ഒരു വിവരം കൊടുത്തിട്ടാണോ, അതോ എക്സാലോജിക്ക് മകളുടെ കമ്പനി ആയതുകൊണ്ട് മുഖ്യമന്ത്രി വഴിവിട്ട് അതിൽ ഇടപെട്ടതാണോ എന്നുള്ളതായിരുന്നു എന്റെ ഒരു സംശയം. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഭീകര സംഘടനകൾക്ക് അല്ലെങ്കിൽ ഭീകരവാദ ബന്ധമുള്ളവർക്ക് സഹായം നൽകി എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ വ്യാഖ്യാനമാണ്. ഇപ്പോഴും SFIO അത് പറയുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. കേന്ദ്രം പറയുന്ന എല്ലാത്തിനെയും നമുക്ക് ആ വിഷയത്തിൽ അങ്ങനെ തന്നെ തൊടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ അവർക്ക് ഭീകരവാദ സ്വഭാവം ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. തീർച്ചയായിട്ടും അഴിമതി പണം കൊടുത്തിരുന്നു, പല ഏജൻസികൾ പറ്റിയിട്ടുണ്ട്. രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതര സ്വഭാവമാണ്. ഇവർ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നതാണെന്നുള്ളത് തങ്ങളോട് ചോദിച്ചില്ല, തങ്ങളുടെ ഭാഗം കേട്ടില്ല, അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതൊക്കെയായിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധം എന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയാണെങ്കിൽ തുടർ നടപടികൾ, അത് പ്രോസിക്യൂഷനാണ്, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് SFIO. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അനുമതി നൽകേണ്ടതാണ്. എനിക്ക് പക്ഷെ ഇതിലുള്ള ആക്ഷേപം ഇപ്പോഴും ഡിജിറ്റലായിട്ട് ഇവർക്ക് തെളിയിക്കാൻ കഴിയും. എക്സാലോജിക്കിന് ഒരു സേവനവും എക്സാലോജിക്ക് CMRLന് നൽകിയിട്ടില്ല എന്നുള്ളത് ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടു കൂടി തെളിയിക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം SFIO നടത്തിയതായിട്ട് ഇതുവരെയും നമുക്കറിയില്ല. കാരണം അവരിപ്പോൾ കൊടുത്ത ഒരു ഇന്ററിം, നേരത്തെ കൊടുത്ത അഫിഡവിറ്റിലും അവര് സാക്ഷികളായി ചോദ്യം ചെയ്തവരുടെ ലിസ്റ്റ് പറയുന്നിടത്ത് ഇന്ന ആൾക്കാരെ ഇതുമായി വിവരം ശേഖരിച്ചു ചോദ്യം ചെയ്തു, ഇങ്ങനെ പ്രവൃത്തി നടന്നിട്ടില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷെ ഡിജിറ്റൽ എവിഡൻസ് ശേഖരിച്ചതായി കാണുന്നില്ല. ഞാൻ പറഞ്ഞത് അത് ഈ മൊഴികളുടെ ബലത്തിൽ തന്നെ നമുക്ക് അത് മനസ്സിലാകുന്നതാണെങ്കിൽ പോലും ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടുകൂടി ഒരുവിധ സംശയത്തിനും ഇടവില്ലാതെ തെളിയിക്കാവുന്ന ഒരു കാര്യമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് അതിലേക്ക് അന്വേഷണം പോകാത്തത് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇത് കൂടുതൽ അന്വേഷണവും കൂടുതൽ വെളിപ്പെടുത്തലും ഇനി ഈ വിഷയത്തിൽ വരാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.